NCPക്കെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറി. കുട്ടനാട് മണ്ഡലം NCPക്ക് നൽകിയത് അക്ഷന്തവ്യമായ അപരാധമാണ്. തോമസ് കെ തോമസിന് ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലെന്നും വിമർശനം. കുട്ടനാട് മണ്ഡലം തറവാട്ടുവകയെന്ന് കരുതുന്നയാളാണ് തോമസ് കെ തോമസ്. ഒരു കുബേരന്റെ മന്ത്രിമോഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത LDFനില്ലെന്നും AK ശശീന്ദ്രൻ ജനപിന്തുണയുള്ള ആളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശരത് SS നമുക്കൊപ്പം എത്തുന്നു. ശരത് SS, ഹാപ്പി ന്യൂ ഇയർ. വെള്ളാപ്പള്ളി നടേശൻ AK ശശീന്ദ്രന് ഒപ്പം നിലയുറപ്പിക്കുകയാണോ? മന്ത്രി തർക്ക വിഷയത്തിൽ NCPയിലെ ഉള്ളിലെ വിഷയമാണെങ്കിലും അതിലൊരു പൊസിഷൻ എടുക്കുകയാണോ വെള്ളാപ്പള്ളി? ഹാപ്പി ന്യൂ ഇയർ സുജയ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷ വിമർശനവുമായാണ് NCPക്കും ഒപ്പം തോമസ് കെ തോമസിനുമെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. SNDPയുടെ മുഖപത്രമായ യോഗനാഥത്തിലാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതായത് പ്രധാനമായും വെള്ളാപ്പള്ളി ഈ വിമർശനത്തിൽ പറയുന്നത്, അതായത് തല്ലിപ്പിരിഞ്ഞ് ക്ഷയിച്ചൊരു വള്ളത്തിൽ കയറാനുള്ള ആളുപോലും ഇപ്പോൾ NCPയിലില്ല. അതിനിടയിലാണ് ഈ മന്ത്രി മാറ്റത്തിനുള്ള, അതായത് ശശീന്ദ്രനെ മാറ്റാനുള്ള നീക്കം NCP നടത്തുന്നത്. NCPയുടെ PC ചാക്കോയും തോമസ് കെ തോമസുമാണ് ഇത് നടത്തുന്നത്. തോമസ് കെ തോമസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്ന് MLA ആയ ആളാണ്. യാതൊരു യോഗ്യതയുമില്ലാത്ത ആളാണെന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം കുട്ടനാട്ടുകാർ തോമസ് കെ തോമസിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണി സീറ്റ് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ്. അതായത് തോമസ് കെ തോമസിൽ നിന്ന് ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെ അടുത്ത തവണ മത്സരിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഈ വെള്ളാപ്പള്ളി പറയുന്നു. അപ്പം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ്. ശശീന്ദ്രൻ തന്നെയാണ് യഥാർത്ഥത്തിൽ യോഗ്യനായ മന്ത്രി എന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. ആ രീതിയിൽ തോമസ് കെ തോമസിനെയും NCPയിലെ നിലവിലെ സാഹചര്യത്തെയും ഒക്കെ തന്നെ രൂക്ഷമായി വിമർശിച്ച് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ തല്ലി ഒരു വെള്ളത്തിൽ കയറാൻ പോലും ആളില്ലാത്ത സംഘടനയായി NCP മാറി എന്നും തോമസ് കെ തോമസ് വെള്ളാപ്പള്ളി നടേശൻ ഈ പത്രത്തിൽ പറയുന്നു. അതിനൊപ്പം തന്നെ മന്ത്രി പദവിക്കായി തോമസ് കെ തോമസിനെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണ്. ഒപ്പം ഒരു കുബേരന്റെ മന്ത്രിമോഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത LDFനില്ല. AK ശശീന്ദ്രന് പൂർണ്ണ പിന്തുണയും ഈ പറഞ്ഞതുപോലെ നൽകുന്നുണ്ട്. കുട്ടനാട് മണ്ഡലം തറവാട്ടുവക എന്ന് കരുതുന്ന ആളാണ് തോമസ് കെ തോമസ് എന്നും ഈ മുഖപത്രത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇടതുമുന്നണിയുള്ള സ്നേഹം കാരണം കൊണ്ട് മാത്രമാണ് തോമസ് കെ തോമസ് ജയിച്ചതെന്നും അടുത്ത തവണ ഇടതുമുന്നണി തോമസ് കെ തോമസിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കണം, മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് തന്നെയാണ് എന്തായാലും ഈ മുഖപത്രത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കുട്ടനാട് സീറ്റ് അങ്ങനെ തറവാട്ടുവക സീറ്റായി കരുതേണ്ട എന്നുള്ള വിമർശനമാണ് കൃത്യമായി ഉന്നയിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ. ഇതിനോട് തോമസ് കെ തോമസ് MLAയുടെയും ഒപ്പം AK ശശീന്ദ്രന്റെയും പ്രതികരണം എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.